അടുത്ത ഒരു പോയിന്റ് ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. നമ്മൾ ഈ വട്ടവടയിൽ വന്നപ്പോൾ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ്. പക്ഷെ ഇതിനകത്ത് ഫുള്ള് ചെടികളാണ് കേട്ടോ. അതെ, നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതിനകത്ത് കൂടുതലും. പക്ഷെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ ചിലപ്പോൾ ഇതൊക്കെ പിടിക്കാൻ സാധ്യതയുള്ളൂ. നമ്മളവിടെ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ പിടിക്കാൻ സാധ്യത കുറവുള്ള ചെടികളാണ് ഇതെല്ലാം. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ വാങ്ങുന്നൊരു ചെടിയുണ്ടല്ലോ, അതാണിതേ. ഇത് നോക്കേ, എന്ത് ഭംഗിയല്ലേ, എന്ത് ഭംഗിയുള്ള പൂക്കൾ അവിടെ ഉള്ളതെല്ലാം. ഇതൊക്കെ നമ്മുടെ അവിടെ പിടിക്കോടാനത്. ഡാലിയ ഇത്? ഇത് പക്ഷെ നമ്മുടെ അവിടെ പിടിക്കുന്നതാ തോന്നുന്നു അല്ലേ? ആ, എന്ത് ഭംഗിയാന്ന്. ഇത് കറക്റ്റ് ഒരു ഊട്ടി കൊടൈക്കനാലിന്റെ അതേ ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ജമന്തി ഉണ്ട്. ഇതും ഡാലിയുടെ തന്നെ വേറൊരു ഐറ്റം ആണേ. ഇവിടെ എല്ലാം ചെടികളുണ്ട് കേട്ടോ, ഫുള്ള് ചെടികളാണ്. ജമന്തിയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. ഇത് കണ്ടോ? അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും സ്ട്രോബെറി, എല്ലായിടത്തും സ്ട്രോബെറി ഉണ്ട്. ഇവിടെ ചെറിയ ചെറിയ, പക്ഷേ വലിയ സൈസല്ല, ചെറിയ സൈസുള്ള സ്ട്രോബെറികളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഫുള്ള് ജമന്തി തോട്ടമാണിത്. അതുപോലെ ഇത് സൂര്യാന്തി തോട്ടമാണേ. സൂര്യാന്തി പക്ഷേ ഇവിടെ കുറവാണ്, പക്ഷെ ഉള്ളതിലെല്ലാം നല്ല രീതിക്ക് പൂക്കളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടൈം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതുണ്ടായില്ല, പകുതിയും പൂക്കളെല്ലാം വാടിയ ഒരവസ്ഥയിലാണ് കൂടുതലും ഉള്ളത്. അപ്പൊ ഈ അകത്ത് കയറുന്നതിന് ഫീസ് ഇല്ല, നമ്മൾ ചെടികൾ വാങ്ങിക്കുന്നതിന് കണ്ട് ഇഷ്ടപ്പെട്ട് ചെടികൾ വാങ്ങാം. ചെടികൾ വാങ്ങിക്കാം. സ്ട്രോബെറി, ജാം, വൈന്, പിന്നെ അതല്ലാതെ ഹണി ഷോപ്പ്. ഓ, അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രീ വിസിറ്റ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷത്തിൽ കൂടുതലായി ഫാം തുടങ്ങിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഫ്രീ തന്നെ, ഫ്രീ വിസിറ്റ്. ഇതല്ലാതെ നമുക്ക് മെയിൻ തോട്ടം. ഇത് പ്രൈവറ്റ് ആണോ? പ്രൈവറ്റ് ആൾക്കാരായിട്ട് നടത്തുന്നതാണോ ഇത്? ഓക്കെ, സ്വന്തമാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. മേളിലൂടെ കയറി നോക്കണമെങ്കിൽ എനിക്കൊരു ഡാലിയുടെ തൈ കൂടെ വാങ്ങണം. സ്ട്രോബെറി ഫാം വലിയ ഫാം വേറെയാ, 15,000 തൈ വെച്ച ഫാം. ഇത് വരുന്നവർക്ക് കാണാം, ഇവിടെ ഫാമിലേക്ക് വരുന്നവർക്ക് കാണാൻ വേണ്ടി മാത്രം. ഇതിപ്പോ എന്താ സ്ട്രോബെറി ആണോ? സ്ട്രോബെറി പുതിയ തൈ വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ എല്ലാം കണ്ടില്ലേ, എല്ലാം പറിച്ചതെല്ലാം കളഞ്ഞിട്ട് പുതിയത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ വെള്ളം, മഴ പെയ്ത് വെള്ളം കയറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല? ഇവിടെ കേറും, ആദ്യമൊക്കെ കേറിയിട്ടുണ്ട്. ഇവിടെ ഈ റൂമിന്റെ വറാന്ത വരെ അത്രയും വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. ഈ ഒരു കനാൽ നിറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, വാടാ മേലോട്ടൂടെ പോയി നോക്കടാ. പക്ഷെ അവര് പറയുന്നെന്ന് വെച്ചാലേ, അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു തോട്ടം കണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു കാണിച്ച തോട്ടവും അതിൻ്റെ മേലോട്ടുള്ള തോട്ടമുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ തോട്ടം ഇവർ നിലവിൽ കയറുന്നതിന് ഫ്രീ ആണ്. നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഈ ചെടികൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെടികൾ വാങ്ങിക്കാം. അതാണ് ഇവരുടെ മെയിനായിട്ടുള്ളൊരു വരുമാനം എന്ന് പറയുന്നത്. ഇതിനകത്തുനിന്ന് എൻട്രി ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വാങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ കയറുമ്പോൾ ഞാൻ പറയില്ല, നമ്മൾ കയറുമ്പോൾ തന്നെ ഡാലിയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഇവിടെ. അപ്പോൾ ഡാലിയുടെ ആ ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കാണുന്നവരിപ്പം ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാങ്ങും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കും വാങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഫ്രീ എൻട്രി കൊടുത്തത്. എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ നിങ്ങൾ എന്തോരം ചെടികളാണ് ഉള്ളതെന്ന് നോക്കേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് മേളിലോട്ടൊരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ കയറുന്നതിന് 2 സൈഡും ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഇത് നോക്കേ, ഇവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പൂക്കളും ചെടികളും തന്നെയാണ്. ഞങ്ങൾ അപ്പുറത്തെ ഫാമിൽ കയറിയതാണ്. ആ ഫാമിൽ കയറിയപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓപ്പോസിറ്റ് നോക്കുമ്പോഴാണ് ഈ ഒരു ഫാം കണ്ടത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് നടന്ന് ഒരു കനാൽ ക്രോസ് ചെയ്ത് മേളിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ സത്യം പറയാൻ കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി ഡാലിയാണ്, കൂടുതലും ഡാലിയാണ് കേട്ടോ. ഡാലിയുടെ കുറേ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ കാണുന്നൊരു ചെടിയാണ്. ഇതൊന്നും പേരെനിക്കറിയില്ല കേട്ടോ, പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ സാധനം നമ്മൾ ഈ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മറ്റൊരു ഐറ്റമാണിത്. ഇത് നോക്കി അതിനകത്ത് തേനീച്ചയൊക്കെ വന്നിരിക്കുന്നത്.
എന്ത് ഭംഗിയല്ലേ ആ തേനീച്ച, എന്ത് മനോഹരമായിട്ട് അതിനകത്ത് വന്നിട്ട് തേൻ കുടിച്ച് ഇത് പറഞ്ഞ അടുത്തൊരു ചെടിയിലേക്ക് പോയി. അപ്പോൾ ഇതേ കണ്ടില്ലേ, പക്ഷേ കയറ്റം കുറച്ച് പാടാണ് കേട്ടോ. ഇതേ ഫുള്ള് ചെടികളാണ് ഇവിടെ. ഇത് വെറൈറ്റിയാണ് മെയിൻ ഇവിടുത്തെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതായ സൂര്യാന്തിയുടെ തന്നെ വേറെ ഒരു ഒറ്റയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്, പക്ഷെ ഇതിൽ നിറയെ പൂക്കളുണ്ട്. ഡാലിയുടെ തന്നെ മറ്റൊരു വെറൈറ്റി കളറാണ് ഇത്. അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാനാ പറ്റിയ ഒരുപാട് കളറുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അവിടെ ഉണ്ട്. താഴെ നിന്ന് എല്ലാവരും കയറി വരുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നവരെല്ലാവരും താഴെ നിന്ന് കയറി വരുന്നുണ്ട്. സംഭവത്ത് കയറ്റം വെച്ചിട്ട് പാടാണ് കേട്ടോ. ഞാൻ അണയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേളിലോട്ട് കയറി തന്നെ കാണാം. അപ്പോൾ നോക്കേ, ഈ കയറ്റം കയറി നമ്മൾ മുകളിലേക്ക് വരികയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടോ? ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഫ്ലവേഴ്സാണ്. അവന്മാർ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ് കേട്ടോ. പഴുത്തതായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് കേടായി പോകും. ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയിട്ട് പഴുപ്പിക്കാം. ലൈവ് ഇത് അവരുടെ തന്നെ ഒരു സ്റ്റോറാണ്. ഇവരുടെ ഒരുപാട് പ്രൊഡക്ട്സുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ വരുന്നവർക്കൊക്കെ കണ്ട് വാങ്ങാൻ പറ്റിയ രീതിയിൽ തന്നെ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ തന്നെ. ഇതെല്ലാം ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതല്ലേ? പുറത്തുനിന്ന് വരുന്നതാണ് കൂടുതൽ. ഈ ചോക്ലേറ്റുകളെല്ലാം പുറത്തുനിന്ന് തന്നെ വരുന്നതല്ലേ? ചോക്ലേറ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് തേയില അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാറിൽ വട്ടവട വന്നു കഴിഞ്ഞുള്ള മെയിനായിട്ടുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. മെയിനായിട്ട് ഞാൻ ഈ കാണിച്ച ഒരു പൂന്തോട്ടമാണ് കേട്ടോ. നിങ്ങൾ വരുന്നവരെല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് കയറേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയ ഇവിടെ പ്രത്യേകം തന്നെ അവർ വെച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചോക്ലേറ്റ്സുകളാണ്. പിന്നെ ഇതെന്താ സംഭവം? ഓക്കെ, മറ്റേ തൈലം പോലുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ഒരുപാട് ഐറ്റംസ് മേളിലേക്ക് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടുത്തെ അവരുടെ പ്രൊഡക്ട്സുകളാണ്. ഇത് മേളിൽ ഇരിക്കുന്നത് വൈനല്ലേ? അത് തേൻനെല്ലിക്ക ഉണ്ട്. തേനിലിട്ട് വെച്ചിരിക്കുന്നത് അറിയില്ല, നമ്മുടെ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ? അപ്പോൾ എന്തായാലും മൂന്നാർ വരുന്നവർ വട്ടവട വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ലൊക്കേഷൻ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.